സവാറ കായ്ക്കായിരുന്നപ്പോൾ വേറെ ഹൈബ്രിഡ് 2 മേടിച്ച് വെച്ചേ. അപ്പോഴാണ് സവാറ കായ്ച്ചു കേട്ടോ. ചെറിയ ഹൈബ്രിഡിൻ്റെ 2 ഒന്ന് നിലത്തും വെച്ചു, ഒന്ന് എയർപോർട്ടിലും വെച്ചു. കണ്ടോ, നിലത്ത് നിൽക്കുന്ന കണ്ടോ. അപ്പോൾ സവാറ കായ്ച്ചു. ഹൈബ്രിഡിൻ്റെ മേടിച്ച് വെച്ചാണ്. ഹലോ കൂട്ടുകാരെ, നമ്മളുടെ മരമുന്തിരിയല്ലേ സവാറ ജംബോട്ടിക്കാബ, അത് 8 വർഷമായ കായ്ക്കുള്ളെന്ന് പറഞ്ഞു. 3.5 വർഷമായപ്പോഴേ കായ്ച്ചു. ഇപ്പോൾ ഇതാ പഴുക്കുകയും ചെയ്തു. നല്ലപോലെ പഴുത്ത് വരുന്നുണ്ട് കണ്ടോ. ആദ്യമേ പച്ച കളറ്, പിന്നെ ബ്രൗൺ കളറ്, പിന്നെ നല്ല ബ്ലാക്ക് കളറ്, ഇനും ബ്ലൂ കളറെന്നും പറയും കണ്ടോ. ഇതാണ് സവാറ. 3.5 വർഷം കഴിഞ്ഞത് കായ്ച്ചു കേട്ടോ. നല്ല മധുരം ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഒരെണ്ണം ആദ്യമേ പറിച്ച് നോക്കി, ബ്രൗൺ കളറായപ്പോഴേ. അപ്പോഴില്ലേ മധുരമൊന്നും അധികം വന്നിട്ടില്ല, കമർപ്പുണ്ട്. നല്ലപോലെ പഴുത്തിട്ട് പറിക്കാൻ ഓർത്ത് വെച്ചോണ്ടിരിക്കുക. 3.5 വർഷം കഴിഞ്ഞേ ഉള്ളൂ. ഇതുകൊണ്ട് പെട്ടെന്ന് പഴുത്ത് തുടങ്ങി. നാലഞ്ച് വർഷമാകുമ്പോൾ ഇത് കായ്ച്ച് 4-5 വർഷമാകുമ്പോൾ ഇല്ലേ, ഇത് പിന്നെ എന്നും കായ്ക്കുമെന്നാണ് പറയുന്നത്. ഓൾ സീസണാണ് നമുക്കറിയാമേ. ഇത് അപ്പം ഞങ്ങളുടെ കായ്ച്ച് തുടങ്ങിയതേ ഉള്ളൂ. പഴുത്ത് തുടങ്ങി. ഇവിടെ 3 സൈസുണ്ട്. ഇത് വലിയതായ സവാറ 8 വർഷം കഴിഞ്ഞ് കായ്ക്കുള്ളെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഹൈബ്രിഡിൻ്റെ മേടിച്ച് വെച്ചു 2 അങ്ങനെ 3 സൈസുണ്ട്. അപ്പോഴാണ് ഇത് പെട്ടെന്ന് കായ്ച്ചു. ചിലതിന് പുളിയുണ്ട്, അതൊന്നും കായ്ച്ചിട്ടില്ല. ചിലർ പറയുന്നതൊക്കെ ചിലതിന് പുളിയാന്നേ. സവാറ 6 വർഷം 7 വർഷം എന്ന് പറയുന്നത് ഇവിടെ 3 വർഷമായപ്പം കായ്ച്ചു. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന, അതുകൊണ്ടല്ലേ പെട്ടെന്ന് കായ്ച്ചത്. പല വെറൈറ്റി ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ 2-3 മേടിച്ചിട്ടുണ്ട്. ബ്ലൂ കളർന്നും കറുത്തതെന്നൊക്കെ പറയാം. ഉണ്ടോ, നല്ല തിളക്കമുണ്ട്. സവാറ ഗ്രാഫ്റ്റ് തൈയുണ്ടേ, അത് വർഷം മുഴുവൻ കായ്ക്കുമെന്നാണ് പറയുന്നത്. ഇതും അതുപോലെ അല്ലേ. ഇത് സവാറ ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് 8 വർഷം ആവുന്നു. പിന്നെയും മേടിച്ച് വെച്ചു. നോക്കാമല്ലേ. സൂര്യപ്രകാശം നല്ലപോലെ കിട്ടിയാലേ കായ്ക്കുള്ളെന്നാണ് തോന്നുന്നത്. മറ്റേനൊന്ന് സൂര്യപ്രകാശം ഇല നിറഞ്ഞ് നിൽക്കുവാണേ. അപ്പോൾ ഇല ഇച്ചിരി വെട്ടിക്കളഞ്ഞ് ചെറിയ കമ്പൊക്കെ കളഞ്ഞാൽ മതി. തടിയിലല്ലേ കായ്ക്കുന്നത്, അപ്പം അതുകൊണ്ട് നല്ല പ്രകാശം വേണം. ചെറിയ കമ്പും ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞാൽ മതി. തണ്ടിലല്ലേ പൂവ് ഉണ്ടാകുന്നു, കായ ഉണ്ടാകുന്നൊക്കെ. ഞങ്ങൾ പിണ്ണാക്ക് പുളിപ്പിച്ചൊക്കെ കൊടുക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ വളം കൊടുക്കും നല്ലപോലെ. അതിനാന്ന് ചോദിച്ചാൽ ചാണകപ്പൊടി, കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇതെല്ലാം കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ചോട്ടിട്ട് കൊടുക്കും. പിന്നെ നല്ലപോലെ വെള്ളം ഒഴിക്കും. സീഡിട്ട് ഇതിനെ കിളപ്പിക്കാമെന്നൊക്കെ പറയുന്നത്. ബ്രസീൽ നിന്ന് വന്നതെന്നൊക്കെ പറയുന്നത്. ലെയർ ചെയ്ത് തൈകളുണ്ടാക്കാം, സീഡ് ഇട്ട് കിളിപ്പിച്ചുണ്ടാക്കാം. ഇതുകൊണ്ട് ഇത് പേരയുടെ തടി പോലെ, പേരയ്ക്ക് ഇങ്ങനത്തെ കമ്പല്ലേ ഇതുപോലെ ഇരിക്കുന്നല്ലേ. പൂ വന്നാലില്ലേ ഇത് ഉടനെ കായാവും. കായ പെട്ടെന്ന് വളർന്ന് പഴുക്കുകയും ചെയ്യും. അല്ല, നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ കൂട്ടുകാരെ. ഇത്ര മുഴുപ്പേ ഉള്ളൂ കേട്ടോ, 3.5 വർഷമായിട്ടും. കണ്ടോ, കട്ടയായിട്ട് 4 ഒരുമിച്ച് കണ്ടോ. മുകളിലും താഴെ എല്ലാം ഉണ്ടാവും. തടിയിലെങ്ങനെ പിടിച്ച് അപ്പോൾ തന്നെ പിഞ്ചും ഉണ്ടാകുന്നുണ്ട്. പച്ച കളറ് പൂവ് എല്ലാം ഉണ്ടാകുന്നുണ്ട് കണ്ടോ. നല്ല മുഴുപ്പാണ്. നല്ലപോലെ നെക്ക് കൊണ്ടിട്ട് വേണം പറിക്കാൻ.
ഇത് ഡ്രമ്മിലാണ് നട്ടേക്കുന്നത്. നട്ടപ്പം കുമ്മായവും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും എല്ലാം കൂടി കുമ്മായിട്ട് സ്ട്രീറ്റ് ചെയ്ത് മണ്ണിലാണ് നട്ടേക്കുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ ജൈവ സ്ലറി ഉണ്ടാക്കുന്നുണ്ട്, അത് ഒഴിക്കുന്നുണ്ടേ. പച്ചക്കറി വേസ്റ്റിൻ്റെ കണ്ടോ, പൂ കണ്ടോ, നല്ല രസം. പൂവ്, പഴം, പച്ച എല്ലാം ഉണ്ടാകുന്നുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട്. കണ്ടോ, ഇത്രയും മുഴുപ്പുള്ളൂ. ഈ ചെറിയ കമ്പൊക്കെ നമുക്ക് വെട്ടിക്കളയണം, അപ്പോൾ സൂര്യപ്രകാശം നല്ലപോലെ തടിയെ പതിച്ചോളും. ഇത് നല്ലപോലെ വെളിച്ചമുണ്ട്. അത് ഇലകൾ ഇവിടെ കുറവാണ്, അതുകൊണ്ടായിരിക്കും ഇത് ആദ്യമേ കഴിച്ചത്. കണ്ടോ, പച്ചക്കാ നിൽക്കുന്നുണ്ട്. പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ കാശാങ്ക എന്ന് പറയേ, അതിൻ്റെ പച്ചക്കായ അതുപോലെ തോന്നും. പൂ കാശാവിൻ്റെ പൂ പോലെ, കാശാവിൻ്റെ പൂ നീല കളറാണ്, ഇത് അതുപോലെ തന്നെ. ഇത് വെള്ള കളർ. മുന്തിരിങ്ങ പോലെ തന്നെ ഉണ്ടല്ലോ കൂട്ടുകാരെ, മരം മുന്തിരി. മരത്തെ ഉള്ളതുകൊണ്ട് തടിയോട് ചേർന്ന് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിന് മരം മുന്തിരി എന്ന് പറയുന്നത്. കണ്ട, മുകളിലോട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. എട്ട് വർഷം കായ്ക്കണമല്ലോ, നോക്കിയിരിക്കണമല്ലോ എന്നോർത്ത് ഞങ്ങളെ വേറെ ഹൈബ്രിഡിൻ്റെ 2 മേടിച്ചു. അത് നട്ട് കഴിഞ്ഞപ്പോൾ ഇതേല കണ്ട് പൂവും കായും ഒക്കെ ഉണ്ടാകുന്നു. ഇത് 3.5 വർഷമായിപ്പോൾ. മൂന്നര വർഷമായപ്പം കായ്ച്ച സബാറ അങ്ങനെ കായെല്ലാം പഴുത്ത് വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ ബ്രൗൺ കളറായപ്പോഴേ ഞങ്ങൾ പറിച്ചു. ഇത് കണ്ടോ, ഒരു ഞെട്ടെ തന്നെ 2 എണ്ണമാണേ. അപ്പോൾ ഒരെണ്ണം പറിച്ചപ്പോൾ 2 കൂടി ഇങ്ങ് പോന്നു. ഒരെണ്ണം പിഞ്ചാന്നാലും ഇത് നല്ലപോലെ നെക്ക് കൊള്ളയില്ല. ഞങ്ങളത് പിന്നെയും പറിച്ചു. അപ്പം 2-3 പറിച്ചു. അപ്പോൾ അതിനും കമർപ്പുണ്ട് കേട്ടോ. വീഡിയോയിൽ എല്ലാവരും പറയുന്ന പോലെ അത്ര മധുരമായിട്ടില്ല. ഞങ്ങൾ നേരത്തെ പറിച്ചതുകൊണ്ടായിരിക്കും അല്ലേ കൂട്ടുകാരെ. ഇനി അത് നല്ലപോലെ പഴുത്തിട്ട് പറിക്കാമെന്ന് ഓർത്തി വെച്ചേക്കുവാണ്. ഇതുണ്ടോ, മുറിച്ചപ്പോൾ ഇതെങ്ങനെയാണ്. അതിൻ്റെ അകത്ത് ഇച്ചിരി കുരുവുണ്ടെന്ന് തോന്നുന്നു. ഒരു കുരുവാണെന്ന് തോന്നുന്നു. 1-2 കുരുവുണ്ട്. അങ്ങനെ 3.5 വർഷം നോക്കിയപ്പോഴത്തേനും കായ്ച്ചു. 8 വർഷം 7 വർഷമൊക്കെ കഴിഞ്ഞ് കായ്ക്കുള്ളെന്ന് പറഞ്ഞിട്ട്. വെള്ളം നല്ലപോലെ കൊടുക്കണം കേട്ടോ കൂട്ടുകാരെ. നാലഞ്ച് വർഷമാകുമ്പോൾ ഓൾ സീസൺ ആവും എന്നൊക്കെ പറയുന്നത്. നോക്കാം. കണ്ടോ, അപ്പോൾ എന്നും കഴിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. കാലാവസ്ഥയ്ക്ക് ഏതൊക്കെയും പിടിക്കും, അത് കണ്ട. കണ്ടോ, മഞ്ഞ കളറ്, പച്ച കളറ്, ബ്രൗൺ കളർ. സൂര്യപ്രകാശം, എന്തിനും സൂര്യപ്രകാശം വേണം. ഞങ്ങളിന്ന് 15 ദിവസം കൂടുമ്പോൾ സ്ലറി ഒഴിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും പെട്ടെന്ന് കായ്ച്ചതല്ലേ. പിഷാമിന സ്പ്രേ ചെയ്യും. അപ്പം ഇതിൻ്റെ വിത്തിട്ട് മുളപ്പിക്കുകയും ചെയ്യാം, തൈകളുണ്ടാക്കാം, ലെയർ ചെയ്തൊക്കെ ഉണ്ടാക്കാം. പൂ വന്നിട്ട് ഉടനെ കായ പെട്ടെന്ന് വളർന്നു വരുവേ. അത് കഴിഞ്ഞ് പെട്ടെന്ന് പഴുക്കുകയും ചെയ്യും. കണ്ടോ, പൂവും കായും എല്ലാം. അധികം മണ്ണൊന്നും ഇല്ലല്ലേ.
കണ്ട പേരയുടെ കമ്പ് പോലെ തന്നെ ഇരിക്കുന്നല്ലേ. അതാ ഞാൻ പറഞ്ഞ പേരക്കമ്പ് പോലെ തോന്നുന്നു. പൂവൊക്കെ കണ്ട, പൂവ് പച്ചക്കായ, ബ്ലൂ കളർ പഴം. എന്നും നോക്കും കിളികൾ വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ എന്ന്. ഇവിടെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട് ഇനി ചുറ്റുമേ. ഉണ്ടോ, ഇതിൻ്റെയൊക്കെ ഇല കുറവാണേ, അതുകൊണ്ട് നല്ലപോലെ കായ്ച്ചു വരുന്നുണ്ട്. ഒരെണ്ണം പറിച്ചപ്പം രണ്ടെണ്ണമായി. ഞാൻ ഒറ്റ ഞെട്ട രണ്ടെണ്ണം. ചിലപ്പോൾ നിലത്ത് നട്ടെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതൽ വിളവ് കിട്ടിയേനെ അല്ലേ കൂട്ടുകാരെ. വേറെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് എയർപോർട്ടിൽ നട്ടിട്ടുണ്ട്, ഒന്ന് നിലത്ത് നട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കായ്ക്കുന്നതെന്ന് നോക്കാമെന്ന് ഓർത്ത്. അത് ഹൈബ്രിഡാണ്. കായ്ക്കാൻ തുടങ്ങിയ പിന്നെ തിരുതേരെ നിറയെ കായും പൂവൊക്കെ ആയി. എന്നും രാവിലെയും പോയിട്ട് ഞങ്ങൾ വെള്ളം ഒഴിക്കുകയെ. വെള്ളം ഇതിന് ധാരാളം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ചെറിയ ചെറിയ കമ്പ്, അതൊക്കെ വെട്ടിക്കളയണം. അപ്പോൾ ഇച്ചിരി കൂടെ പ്രകാശം കിട്ടും. സവാറ, മരമുന്തിരി, ജംബോട്ടിക്കബ, ഇങ്ങനെയൊക്കെ ഇതിന് പേരുണ്ട്. പെട്ടെന്ന് കായ വളരും. മുകളിലോട്ടും താഴോട്ടും ഒക്കെ എല്ലാം പൂവുണ്ടായി തടിയിൽ, എന്നിട്ട് കായ്ക്കും. ഈ വലയൊക്കെ ഇട്ടെങ്കിൽ കിളി കൊണ്ടുപോകാതിരുന്നോളൂ അല്ലേ. കണ്ടോ, പച്ചക്കായ്ക്ക് നല്ല കളറാണ്. ഇത്ര മുഴുപ്പുള്ളൂ ഉണ്ടോ, വണ്ണമൊക്കെ ഇത്ര ഉള്ളൂ. ഒരു ഡ്രമ്മ് മേടിച്ചിട്ട് അത് മുറിച്ചെടുത്ത് അതിൻ്റെ അകത്ത് നട്ടേക്കുന്നു. വലിയ വീപ്പയൊക്കെ മേടിച്ചിട്ടേ. കണ്ടോ, പൂവുണ്ടാകുന്നുണ്ട്, ചെറിയ കായ ഉണ്ടാകുന്നുണ്ട്, പച്ചക്കായുണ്ട്, പഴുത്ത് വരുന്നുണ്ട്, എല്ലാ സൈസും ഉണ്ട്. അങ്ങനെ എല്ലാം നട്ട് നോക്കിയാണ്.
അപ്പം 2-3 പറിച്ചു. പറിച്ചതൊക്കെ നല്ല ചെറിയ കമർപ്പുണ്ട് കേട്ടോ. വീഡിയോയിൽ എല്ലാവരും പറയുന്ന പോലെ മധുരമായിട്ടില്ല. ഇനി അതുകൊണ്ട് മധുരമാകുമ്പോൾ നല്ലപോലെ പഴുത്ത് കഴിഞ്ഞിട്ട് പറിച്ച് നോക്കാമെന്ന് ഓർത്താണ്ടാണ്. സബാറയ്ക്ക് നല്ല മധുരമാണെന്ന് എല്ലാവരും പറയുന്നത്. ഇതുണ്ടോ, കറുത്തും ബ്രൗൺ കളറും ഉള്ള 2. ഇത് ആദ്യമായിട്ട് പൂവുണ്ടായപ്പോഴത്തെയാണ്. കണ്ടോ പൂവുണ്ടായത്, ചെറുതായിട്ട് പൂവുണ്ടായി വരുന്നുണ്ട്. പിന്നെ കായായി പെട്ടെന്ന് വലുതായി. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വണ്ണമുള്ളതായിട്ട് ഞാൻ ഇച്ചിരിയോട് വലുതാക്കി എടുത്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കായ ഉണ്ടായത്. മറ്റ് 2 ചെടികൾ ഹൈബ്രിഡിൻ്റെ മേടിച്ചത്. ഒന്ന് 6 മാസം കഴിഞ്ഞേ ഉള്ളേ, ഒരെണ്ണം 1.5 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെ 2 മേടിച്ചു ഹൈബ്രിഡിൻ്റെ. അപ്പോഴാണ് സബാറ കായ്ച്ചത്. കണ്ടോ, ഒന്ന് എയർപോർട്ടിൽ നട്ടു, ഒന്ന് നിലത്തും നട്ടിട്ടുണ്ട്. എയർപോർട്ടിൽ നട്ടു, കണ്ടോ, ഒന്ന് നിലത്ത് നട്ടുണ്ട്.